കാട് വിറപ്പിക്കുന്ന കടുവ പോലും ആനയെ കണ്ടാൽ വഴിമാറി പോവാറാണ് പതിവ്. എന്നാൽ ഈ ഒരു ജീവിയെ കണ്ടാൽ ആന വഴിമാറിപ്പോവും. ആ ജീവി ഏതാണെന്നറിയാമോ? എങ്കിൽ ഞാൻ പറയാം. ബിക്കോസ് എവറി ഫ്രെയിം ഹാസ് എ സ്റ്റോറി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫ്രെയിം ഞാനൊരു സഫാരിക്കിടെ പകർത്തിയ ഒരു കൊമ്പനാനയുടേതാണ്. കൊമ്പനാനകൾ മിക്കവാറും ഒറ്റയ്ക്കാണ് നമ്മുടെ ഫ്രെയിമിലേക്ക് വരാറ്. അതൊരു അഗ്രസീവ് കൊമ്പനും കൂടി ആണെങ്കിൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാടിളകി വരുന്ന ഒരു ഫീലാണ്. മരങ്ങൾ പൊട്ടുന്ന ശബ്ദങ്ങൾ, ആനയുടെ ശക്തമായ അലർച്ചകൾ, പൊടിപടലങ്ങൾ പാറുന്നു, അവിടെ ഇവിടെയുള്ള കിളികളും മയിലുകളും പറന്നു വരുന്നു. ഇതെല്ലാം കൂടി ആവുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നമുക്കൊരു ഭീകരത അനുഭവപ്പെടും. സാധാരണയായി കൊമ്പന്മാർ അഥവാ ടസ്കേഴ്സ് എല്ലാം ശാന്തരായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഇവന്മാർ ഭയങ്കരമായി അഗ്രസീവാകും. ആനകളിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണുകളുടെ ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് സാധാരണയായി കൊമ്പന്മാരൊക്കെ അക്രമകാരികളാവുന്നത്. ആനക്കൂട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവയെ സംരക്ഷിക്കാനായും ഈ ആനകൾ അഗ്രസീവ് ആവാറുണ്ട്. ഇതൊന്നുമല്ലാതെ മനുഷ്യനെ കാണുമ്പോഴുള്ള ഭയമോ അമ്പരപ്പോ ഇതും ഒരു കാരണമാവാം. ഇനി ആ കൊമ്പനാനകളെ വരെ വിറപ്പിക്കുന്ന ആ ചെറിയ ജീവി ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം തേനീച്ചകളാണവ, ഹണിബീസ്. ആനയുടെ തുമ്പിക്കൈ, അതേപോലെ ആനയുടെ കണ്ണുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തേനീച്ചകളുടെ ആക്രമണം അവയെ അസഹനീയമായ വേദന ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ തേനീച്ചകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സൗണ്ട് കേൾക്കുമ്പോഴോ ആനകൾ ദൂരെ നിന്ന് തന്നെ വഴിമാറി പോകുന്നത്. തേനീച്ചയായിരുന്നു ഈ ജീവി എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നോ? ഇതുപോലെയുള്ള രസകരമായ കഥകളും വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.